2 ദിവസം മുമ്പ് 9/9/2014 സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച കെട്ടിട നിർമ്മാണ ചട്ടവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ഉത്തരവാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഇതിനെക്കുറിച്ച് മുമ്പ് ആമുഖമായി ചില കാര്യങ്ങൾ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. ഇന്ന് ആ സർക്കാർ ഉത്തരവിൻ്റെ പൂർണ്ണ രൂപമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഏറ്റവും ഒടുവിലത്തെ സർക്കാർ ഉത്തരവുകളൊക്കെ തന്നെ ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ തീർച്ചയായും ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക. മിക്കവാറും പ്രധാനപ്പെട്ട ഉത്തരവുകൾ അതാത് ദിവസം തന്നെ ഇല്ലെങ്കിൽ 2 ദിവസത്തിൽ അകം തന്നെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഈ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. നിരവധി ആളുകൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടുള്ള കമൻറ്റുകൾ വരുന്നുണ്ട്. പല ആളുകളും പല ഭാഗത്തു നിന്നും നമ്പറുകൾ സംഘടിപ്പിച്ച് മലയാള മനോരമയിൽ തന്നെ വിളിച്ചു ചോദിച്ചു. കാരണം ഞാൻ മനോരമയിൽ ഒരു 25 വർഷമായി ഒരു കോളം ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മനോരമയിൽ തന്നെ വിളിച്ച് ഫോൺ നമ്പർ സംഘടിപ്പിച്ചും എന്നെ വിളിക്കുന്നുണ്ട്. പലപ്പോഴും നേരിട്ട് ഞാൻ നമ്പർ കൊടുക്കാത്തത് എനിക്ക് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണ സമയത്ത് പോലും പലരും വിളിക്കുന്നത് എനിക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. മുമ്പ് നമ്പർ കൊടുത്തു, പിന്നെ അത് കൊടുക്കാതിരുന്നതിൻ്റെ കാരണം ഇതാണ്. ഈ ഹൈക്കോടതിക്കുള്ളിൽ വെച്ച് പോലും എനിക്ക് കാളുകൾ വരാൻ തുടങ്ങിയപ്പോൾ പലപ്പോഴും സൈലൻറ്റ് മോഡിലായിരിക്കും. എങ്കിലും നമ്മുടെ അശ്രദ്ധ കൊണ്ട് സൈലൻറ്റ് മോഡിലേക്ക് ഇടാതിരുന്ന സമയം കോൾ വന്നാൽ അത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഊഹിക്കാം. അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല. പക്ഷേ ബന്ധപ്പെടണം ഇല്ലെങ്കിൽ ഞാനുമായിട്ട് ചാറ്റ് ചെയ്യണം എന്നുള്ള ആളുകൾക്കൊക്കെ തന്നെ താല്പര്യമുള്ളവർക്ക് നിർബന്ധിക്കുന്നില്ല. ഇതിനകത്ത് ജോയിൻ എന്നൊരു ബട്ടണുണ്ട്. നിങ്ങൾ അത് അമർത്തി ജോയിൻ ചെയ്യുക. അതായത് ഈ ചാനലിൻ്റെ മെമ്പർഷിപ്പ് എടുക്കുക. അത് യൂട്യൂബ് തന്നെ അനുവദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. യൂട്യൂബ് അതിനൊരു ഫീസും നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങളത് ഒരു ചെറിയ ഫീസാണ്. നിങ്ങൾ അത് കൊടുത്ത് ഇതിലേക്ക് ജോയിൻ ചെയ്യുകയാണ്, മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങളും ഞാനുമായിട്ടൊരു പേഴ്സണൽ കോൺടാക്റ്റ് ഉണ്ടാവുകയും നിങ്ങൾക്ക് ആവശ്യമുള്ള വിവരങ്ങൾ ചോദിക്കാനും അതനുസരിച്ചിട്ടുള്ള മറുപടി നൽകാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്യും. അത് നിർബന്ധമൊന്നുമില്ല, താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. അങ്ങനെ അല്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ എൻ്റെ ഇമെയിൽ പലപ്പോഴും കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്പർ അയക്കാനും ഞാൻ പറയുന്നുണ്ട്. എങ്കിലും എനിക്ക് പലപ്പോഴും നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന സമയത്തൊന്നും എനിക്ക് നിങ്ങൾ വിളിച്ചാൽ കിട്ടി എന്നൊന്നും വരില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കൃത്യനിർവഹണത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. നീട്ടിപ്പരത്തി പറയുന്നില്ല. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. പ്രധാനമായും ഇപ്പോൾ പുറത്തിറങ്ങിയ 9/9/2024 പുറത്തിറങ്ങിയ LSTDയുടെ ഉത്തരവാണ്. തദ്ദേശ സ്ഥാപനത്തിൻ്റെ ഉത്തരവാണ്. 116/2024 ഉത്തരവിൻ്റെ നമ്പർ. ഇതിൽ പ്രധാനമായിട്ട് ഉത്തരവ് ഇറങ്ങാൻ കാരണം 2019 പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾസിലും അതേപോലെ മുനിസിപ്പൽ കോർപ്പറേഷൻ ബിൽഡിംഗ് റൂൾസിലൊക്കെ തന്നെ ഒരു കെട്ടിടം നിർമ്മിച്ചാൽ ആ കെട്ടിടം ഇരിക്കുന്ന പ്ലോട്ടിൽ തന്നെ പാർക്കിംഗ് ഏരിയ കൂടി ഉണ്ടാകണം എന്നുണ്ട്. നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് കൊമേഴ്സ്യൽ ബിൽഡിങ്ങിനൊക്കെ തന്നെ പാർക്കിംഗ് ഏരിയ നിർബന്ധമാണ്. പാർക്കിംഗ് ഏരിയ ഇല്ലാത്ത പക്ഷം അതിൻ്റെ പേരിൽ തന്നെ നോട്ടീസ് വരും, പെർമിറ്റ് നൽകാതിരിക്കും. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ പാർക്കിംഗ് ഏരിയ സംബന്ധിച്ചുണ്ട്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കേസുകൾ വരുന്നതും പാർക്കിംഗ് ഏരിയയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ആണ് താനും. അപ്പോൾ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിനാണ് സർക്കാർ ഒരു പുതിയ ഉത്തരവ്, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഉത്തരവ് ഈ 9/9/2024 പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിൽ പറയുന്നത് ഏതൊരു ഓക്കുപ്പൻസിക്കും നൽകേണ്ടതായ മാൻഡേറ്ററി പാർക്കിങ്ങിൻ്റെ ഒരു ഭാഗം നിർമ്മിക്കുന്ന കെട്ടിടത്തിൻ്റെ പ്ലോട്ടിനടുത്തുള്ള ഒരു പ്ലോട്ടിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇപ്പോൾ 2019 കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ പറയുന്നത് ആ കെട്ടിടം നിൽക്കുന്ന പ്ലോട്ടിൽ തന്നെ കാർ പാർക്കിങ്ങും പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് പുതിയ ഉത്തരവ്. അപ്പോൾ ആ പ്ലോട്ടിൽ തന്നെ വേണമെന്നില്ല. മാൻഡേറ്ററി പാർക്കിങ്ങിൻ്റെ ഒരു ഭാഗം, അതായത് നിർബന്ധമായും വേണ്ടതായ കാർ പാർക്കിങ്ങിൻ്റെ ഒരു ഭാഗം തൊട്ടടുത്ത പ്ലോട്ടിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ചില കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, അതിൽ ഉടമസ്ഥൻ തൊട്ടടുത്ത് നിങ്ങൾ ഒരു പ്ലോട്ട് കണ്ടെത്തി അവിടെ കാർ പാർക്കിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്ലോട്ടിൻ്റെ ഉടമസ്ഥൻ നിങ്ങൾ തന്നെ ആയിരിക്കണം. മറ്റൊരാളിൻ്റെ ഓണർഷിപ്പ് ഉള്ള ഒരു പ്ലോട്ട് അനുവദിക്കില്ല. രണ്ടാമത്, ഈ KMBRൻ്റെ ചട്ടം പഞ്ചായത്തിലും പിന്നെ മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾസിലും 29(2) എന്ന് പറയുന്ന ഭാഗമാണ് കാർ പാർക്കിങ്ങിന് വേണ്ടതായ കാര്യത്തെക്കുറിച്ച് ചില വിവരണങ്ങൾ കൃത്യമായും നൽകുന്നുണ്ട്. അതിൽ പറയുന്ന 29(2) പ്രകാരമുള്ള ആകെ പാർക്കിംഗ് എണ്ണത്തിൻ്റെ
25% കുറയാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. അത് ഇപ്പോൾ ഈ പറയുന്ന പ്ലോട്ടിൻ്റെ കാര്യത്തിലാണ് ഇത് വരുന്നതെന്ന് ഓർമ്മിക്കുക. 29(2) പ്രകാരമുള്ള ആകെ പാർക്കിംഗ് എണ്ണത്തിൻ്റെ 25% കുറയാനും പാടില്ല എന്നുള്ളതാണ് നമ്മൾ അഡീഷണൽ പ്ലോട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ. മൂന്നാമത് പറയുന്നത് റെസിഡൻസിന് അതാത് മാൻഡേറ്ററി കാർ പാർക്കിംഗ് ആ പ്ലോട്ടിൽ തന്നെ കൊടുക്കണം. റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ കാര്യത്തിലാണ് അത്. അപ്പോൾ അത് ഓർക്കുക, റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന് ഈ അപ്പുറത്തെ ഏതെങ്കിലും പ്ലോട്ട് കണ്ടെത്തി അവിടെ കാർ പാർക്കിംഗ് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ചുരുക്കത്തിൽ പറയുന്നത്. മറ്റ് ഉപയോഗങ്ങൾക്ക് 50% ഓഫ് സ്ട്രീറ്റ് പാർക്കിംഗ് അനുവദിക്കാം. മറ്റ് ഉപയോഗങ്ങൾ, അതായത് റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് ഈ ഗവൺമെൻറ് ഓർഡറിൽ പറയുന്ന മറ്റ് ഉപയോഗങ്ങൾക്ക് 50% ഓഫ് സ്ട്രീറ്റ് പാർക്കിംഗ്, അഡീഷണൽ നമ്മൾ കാർ പാർക്കിംഗ് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് ഓഫ് സ്ട്രീറ്റ് പാർക്കിംഗ് എന്ന് പറയുന്നത്. പാർക്കിംഗ് അനുവദിക്കാം 50%. ഇനി മറ്റൊന്ന് പറയുന്നത്, ഈ പ്ലോട്ടിലെ ഓഫ് സ്ട്രീറ്റ് പാർക്കിങ്ങിൻ്റെ അകലം 200 മീറ്ററിൽ കൂടരുത്. അത് മോട്ടോറബിൾ ആക്സസ്, ഒരു വാഹനത്തിന് പോകുന്ന മോട്ടോറബിൾ വഴി അത് 200 മീറ്ററിൽ അകലത്തിൽ ആകരുത് നമ്മൾ അഡീഷണലായിട്ട് ഒരു പ്ലോട്ട് കണ്ടെത്തുന്നത്. ഈ ബിൽഡിങ്ങിൻ്റെ പ്ലോട്ടിന് കൂടാതെ നമുക്ക് തൊട്ടടുത്ത് പ്ലോട്ട് അഡീഷണൽ പാർക്കിങ്ങിന് എടുക്കുമ്പോൾ ഒരു കാറ് പോകുന്നത് 200 മീറ്ററിൽ മോട്ടോറബിൾ ആക്സസിൽ കൂടരുത്, അതിൽ കൂടാതെ ഇരിക്കണം. അല്ലാതെ ഒരു 2 മൈലോ 3 മൈലോ അകലെയുള്ള ഏതെങ്കിലും സ്ഥലം കാർ പാർക്കിങ്ങിന് എടുത്തിട്ട് അത് ഇതിനകത്ത് സാങ്ഷൻ ചെയ്ത് തരാൻ തരില്ല എന്ന് തന്നെയാണ്. സാധ്യത എന്ന വാക്കേ ഉപയോഗിക്കേണ്ട, തരില്ല എന്ന് തന്നെയാണ്. മറ്റൊന്ന്, ഈ KBR 2 ചട്ടങ്ങൾ, പഞ്ചായത്ത് മുനിസിപ്പൽ ചട്ടങ്ങളിലെ 29(4) എന്ന് പറയുന്ന പ്രൊവിഷൻസിനകത്താണ് റോഡ് ആക്സസിനെ കുറിച്ച് പറയുന്നത്. നമ്മൾ ഈ പ്ലോട്ടിലേക്കുള്ള റോഡ് ആക്സസ് അത് കൃത്യമായും പാലിക്കണം എന്നുള്ളതാണ്. അത് കാർ പാർക്കിങ്ങിൻ്റെ കാര്യത്തിലും അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവുകയില്ല. ഇനി മറ്റൊന്ന് പറയുന്നത്, ഡിസേബിൾഡ് പേഴ്സണിന് വേണ്ടിയുള്ള പാർക്കിങ്ങും വിസിറ്റേഴ്സ് പാർക്കിങ്ങും അതാത് പ്ലോട്ടിൽ തന്നെ വേണം. അത് ഈ ഓഫ് റോഡ് പാർക്കിംഗ് ഓഫ് സ്ട്രീറ്റ് പാർക്കിംഗ് എന്ന് പറയുന്നിടത്ത് പാടില്ല. അഡീഷണൽ നമ്മൾ കണ്ടെത്തുന്ന സ്ഥലത്ത് പാടില്ല എന്ന് ചുരുക്കം. ഇത് രണ്ടും, ഡിസേബിൾഡ് പാർക്കിങ്ങും വിസിറ്റേഴ്സ് പാർക്കിങ്ങും അതാത് പ്ലോട്ടിൽ തന്നെ വേണം എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന്, അഡീഷണലായി കണ്ടെത്തുന്ന നമ്മൾ ഈ ഓഫ് സ്ട്രീറ്റ് പാർക്കിങ്ങിൻ്റെ സ്ഥലത്തൊരു കെട്ടിടമുണ്ടെന്ന് വയ്ക്കൂ. കെട്ടിടം ഉണ്ടെങ്കിൽ ഈ കെട്ടിട നിർമ്മാണ ചട്ടപ്രകാരമുള്ള ഓപ്പൺ സ്പേസും അതിൻ്റെ സുരക്ഷയും സെക്യൂരിറ്റിയും ഒക്കെ അവിടെ നിലനിർത്തിക്കൊണ്ട് വേണം നമ്മൾ ഈ അഡീഷണലായിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് അവിടെ കൊടുക്കാൻ. അപ്പം ഓപ്പൺ സ്പേസ് കൂടെ കാണിച്ചുകൊണ്ട് തൊട്ടടുത്ത പ്ലോട്ടിൽ കെട്ടിടമുണ്ടെങ്കിൽ മാത്രം കേട്ടോ, കെട്ടിടമുണ്ടെങ്കിലേ ഈ പ്രശ്നം വരുന്നുള്ളൂ. കെട്ടിടമുണ്ടെങ്കിൽ ആ കെട്ടിടത്തിൻ്റെ ഓപ്പൺ സ്പേസിനെ കടന്നാക്രമിച്ചുകൊണ്ട് അവിടെ നമുക്ക് ഒരു കാർ പാർക്കിംഗ് കൊടുക്കാം. നമ്മൾ ഇപ്പോഴത്തെ കെട്ടിടത്തിൻ്റെ കാർ പാർക്കിംഗ് അവിടെ കാണിക്കാമെന്ന് പറഞ്ഞാൽ അത് നടക്കൂല. അതിൻ്റെ ഓപ്പൺ സ്പേസും ഒക്കെ അവിടെ ഉണ്ടായിരിക്കുക തന്നെ വേണം. അത് കാണിക്കാൻ പാടില്ല എന്ന് ചുരുക്കം. ഇനി മറ്റൊന്ന്, 70% വരെ മെക്കാനിക്കൽ പാർക്കിംഗ് അനുവദനീയമാണ്. ഇപ്പോൾ അഡീഷണൽ കാർ പാർക്കിംഗ് സ്ഥലം കണ്ടെത്തിയാൽ അവിടെ ഈ മെക്കാനിക്കൽ പാർക്കിംഗ്, അത് നിങ്ങൾക്കറിയാമല്ലോ, പുതിയ ആധുനിക യന്ത്രോപകരണങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള കാർ പാർക്കിംഗ് 70% വരെ ഇവിടെ അനുവദിക്കും എന്നുള്ളതാണ്. ഇനി ഈ സ്ഥലം, അതായത് അഡീഷണലായിട്ട് കാർ പാർക്കിങ്ങിന് വേണ്ടി നമ്മൾ തൊട്ടടുത്ത പ്ലോട്ടിൽ കണ്ടെത്തുന്ന സ്ഥലം വേറെ ഒരു കാര്യത്തിനും ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിബന്ധനയുണ്ട്. ഈ നിബന്ധന നമ്മളൊരു അഫിഡാവിറ്റ് തന്നെ കൊടുക്കണം, നോട്ടറി അറ്റസ്റ്റ് ചെയ്യുകയും വേണം. നമ്മളത് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു നോട്ടറി അറ്റസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, ഒരു അഫിഡാവിറ്റ് നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. ഒരു സത്യപ്രസ്താവന നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. ഇനി പ്ലോട്ട് നമ്മൾ ഒരു അഡീഷണൽ കാർ പാർക്കിങ്ങിന് എടുക്കുന്ന പ്ലോട്ട് വല്ല ചതുപ്പ് നിലമോ അതേപോലെ തണ്ണീർത്തടമോ അങ്ങനെയുള്ള സ്ഥലമൊന്നും അനുവദിക്കില്ല. പകരം അവിടെ ഒരു ബിൽഡിംഗ് കെട്ടുന്നതിന് ഉചിതമായ ഒരു സ്ഥലം, ബിൽഡിംഗ് കെട്ടണമെന്നില്ല, പക്ഷേ അതിന് പറ്റിയ ഒരു പുരയിടം തന്നെ ആയിരിക്കണം അഡീഷണൽ കാർ പാർക്കിങ്ങിന് വേണ്ടി നമ്മൾ കണ്ടെത്തേണ്ടതും. മറ്റൊരു പ്രധാനപ്പെട്ട നിബന്ധന കൂടി ഈ ഗവൺമെൻറ് ഉത്തരവിൽ പറയുന്നുണ്ട്. അത് ഈ കാർ പാർക്കിംഗ് അഡീഷണലായിട്ട് നമ്മൾ കണ്ടെത്തി അവിടെ കാർ പാർക്കിംഗ് അനുവദിക്കുമ്പോൾ അതിന് കാർ പാർക്കിംഗ് ഫീ വാങ്ങാനും പാടില്ല. ഇത്രയുമാണ് പ്രധാനപ്പെട്ട നിബന്ധനകൾ.